ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 8:30 മണി ആയിട്ടുണ്ട്. 8:30 മണിയൊക്കെ ആവാനായിട്ട് പോവാണ്. ഞങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാപ്പതേ അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇടാണ്. ശരിക്കും നമ്മുടെ വീഡിയോ ഞാൻ നിന്ന് ജോലി ചെയ്യുന്ന വീഡിയോ കാണണമെന്നല്ലേ പറയുന്നത്. ചില ടൈമിന് എൻ്റെ ട്രൈപോഡ് നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ലേ വീഡിയോ എടുക്കാറ്. അപ്പോൾ ചില സമയത്ത് ട്രൈപോഡ് ശരിയാവത്തില്ല കേട്ടോ. ട്രൈപോഡ് കുറേ ഇങ്ങനെ ഞാനിങ്ങനെ ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഓരോ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ അതിൽ വിശ്വസിച്ച് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനത് അഴിച്ച് പറക്കി വീണ്ടും അത് ഒട്ടിച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും സമയം പോകും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ശരിക്കും നിന്ന് വീഡിയോ എടുക്കുന്നത് ചില ടൈമിന് കാണിക്കാത്തത്. അതൊക്കെ കൊണ്ടാട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയും അങ്ങനെ ഒരു വീഡിയോ ആയിപ്പോയി. സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഒട്ടിച്ചാട്ടെ അത് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ ട്രൈപോഡ്. അപ്പോൾ അത് വീണ്ടും പണി തന്നിട്ടുണ്ട്. വീണ്ടും റിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഞാൻ വാപ്പതേ കണവ കൊണ്ടുപോകും. കണവയും പിന്നെ വേറെ അയലയും മീനും കൂടെയൊക്കെ കൊണ്ടുപോകും. അയലയും മിക്സ്ഡ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ കണവ ചെറുതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറക്കി വെക്കുന്നുണ്ട്. മഷി പൊട്ടിപ്പോയത് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു കറുത്ത കളർ കേട്ടോ. അപ്പോൾ അതിലൊരു മഷി പോലെ ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര കറുകറായിരിക്കും. കറുപ്പാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ പോലും അത് സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മഷി ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ കറുത്ത വെള്ളം അത് അങ്ങനെ ആയിപ്പോവും. ഞാൻ പിന്നെ 2-3 വെള്ളമൊക്കെ ഇങ്ങനെ കഴുകി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ പനി വീണ്ടും എനിക്ക് പനിയുടേതാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ശരീരവേദനയും കണ്ണിൽ കൂടെയൊക്കെ ചൂടും അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. കുളയിലായിരുന്നു, വക്കൊഴിയാള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വാപ്പും അതൊക്കെ കട്ട് ചെയ്ത് തന്നു. അപ്പോഴത്തേക്ക് കണവ കൊണ്ടുവന്നത്. അപ്പോൾ അതങ്ങ് തോരൻ വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി കണവയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ കിട്ടിയത് തോരൻ വെക്കാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ ഒന്നീ തോരൻ വെക്കും, കിട്ടിക്കഴിഞ്ഞാൽ തോരൻ വെക്കില്ല എന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. റോസ്റ്റാണ് കൂടുതൽ വെക്കാറ്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഇഞ്ചി ഇരിപ്പില്ല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തക്കാളിയൊക്കെ വേണമല്ലോ റോസ്റ്റ് ചെയ്യുന്നതിന്, തക്കാളി വേണം കേട്ടോ. അതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. റോസ്റ്റ് ചെയ്യുന്നത് അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഞാൻ തോരൻ വെക്കാമെന്നുള്ള പ്ലാനാക്കി. അപ്പോൾ ദേ കണവതേ കണ്ടില്ലേ, ഇതിൻ്റെ തലയും കയ്യും കാലും ഒക്കെ കേട്ടോ. അതിൻ്റെ നടുക്കൊരു കട്ട് പോലൊരു സംഭവമുണ്ട്. അതിങ്ങനെ നമ്മൾ ഞെക്കി പിഴുത്തി കളയണം. ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരു മെനകെട്ട പരിപാടിയാണ് കണവ, കൊഞ്ച്, ഞണ്ട്, ഈ 3 മീനും വൃത്തിയാക്കി എടുക്കുക. അതുപോലെ വങ്കട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരിച്ചെടുക്കത്തില്ലേ, മെനകെട്ട പരിപാടിയാണ്. വാപ്പമ്മ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാട്ടോ. പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ഒക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കണ്ടേ, നടുവൊന്നും വയ്യാതെ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ പോയിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് തന്നെ എൻ്റെ കൈയും കാലും നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഒരുവിധം വലുതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. തീരെ ചെറുത് കട്ട് ചെയ്യാതെയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കഴുകിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ നമ്മളിങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് കഴുകി നല്ലതുപോലെ കഴുകി എടുക്കണം. ഇവിടെ ഉമ്മ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ ഉമ്മച്ചി ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തോരൻ അരച്ചെടുക്കത്തില്ലേ, അത്രയും മതി. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. പരപരാ കിടക്കണം. അപ്പോഴത്തേക്കും കണവ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ അടുപ്പിലോട്ടങ്ങ് വെച്ച് ഒന്ന് വേവിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുത്തപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ സംഭവം. ആ വെള്ളം നമ്മളങ്ങ് കളയുക ചെയ്യുന്നത് കേട്ടോ. ആ കണവയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിവിടെ എടുക്കത്തില്ല, അതങ്ങ് കളയുക ചെയ്യുന്നത്. ഉമ്മ അങ്ങനെ ചെയ്യാറ്. കളഞ്ഞിട്ട് നമ്മളിത് വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, 2 കറിവേപ്പിലയും നുള്ളി ഇട്ടിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അരപ്പിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കണവ വേവിച്ചപ്പോൾ കണവയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തോരനിലും കൂടെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കണവ അതിലോട്ട് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ
ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനെന്ന് പറയുന്നത് മീൻ പൊരിച്ചതും ഈ കണവത്തോരനും അച്ചാറും ആയിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്ന് ലഞ്ചിന് ഇതൊക്കെയായിരുന്നു, കണവത്തോരനും മീൻ വറുത്തതും അച്ചാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. തൊട്ട് താഴെ വീട്ടിൽ ആടാണ് കേട്ടോ. ഇത് 2 പേരുണ്ട്. ഒന്ന് ആ കാട്ടിനിടയിൽ എവിടെയോ ഉണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു നല്ല വെയിൽ കണ്ട സമയത്ത് കൊണ്ട് കെട്ടിയതാണ്, പക്ഷേ പെട്ടെന്നായിരുന്നു മഴ. ഇപ്പോൾ ഓർക്കാപ്പുറത്താട്ടോ മഴ പെയ്യുന്നത്. നല്ല വെയിലായിരിക്കും, പെട്ടെന്ന് ഇരുട്ട് കൂടി വന്നങ്ങ് പെയ്യും. അങ്ങനെയൊക്കെയാണ്. പാത്തു എക്സാമിന് പോയിരിക്കുകയാണ് കേട്ടോ. പാത്തുവിന് പരീക്ഷയാണ്. ഇന്നത്തോടു കൂടി പരീക്ഷ തീരും കേട്ടോ. നാളെ അവർക്ക് സ്കൂളിൽ ഓണപ്പരിപാടിയൊക്കെയാണ്.